ഹലോ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നാടൻ കൊഞ്ച് റോസ്റ്റ് ആയാലോ? രാവിലെ തന്നെ 1 കിലോ കൊഞ്ച് വാങ്ങിച്ചു. അത് വൃത്തിയാക്കിയെടുത്തു. ബനാമി കൊഞ്ചാണ്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ഒഴിക്കാതെ കൊഞ്ചിലെല്ലാം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു 5 മിനിറ്റ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ സമയം കൊണ്ട് 2 ഇഞ്ചി, 1 പിടി കൊച്ചുള്ളിയും വെളുത്തുള്ളിയും എടുക്കുക. കൂടുതലും കൊഞ്ച് റോസ്റ്റിന് കൊച്ചുള്ളിയാണ് ആവശ്യം. കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും. കൊച്ചുള്ളി അരിയേണ്ട ആവശ്യമില്ല. ഇടികല്ലുണ്ടെങ്കിൽ ഇങ്ങനെ ഇടിച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ഇടിച്ച് നമ്മൾ എടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് അടുപ്പ് കത്തിക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഏത് പാനാണോ, ചട്ടിയാണെങ്കിൽ അങ്ങനെ, ഇരുമ്പേട്ടിയാണെങ്കിൽ അങ്ങനെ എടുത്തിട്ട് ചൂടാകുമ്പോഴത്തേന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇച്ചിരി കൂടുതൽ എണ്ണ ഒഴിക്കണം. കാരണം നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന കൊഞ്ച് ഇതിലേക്കിട്ട് 2 മിനിറ്റ് നമുക്ക് വറുത്തെടുക്കണം. നമ്മൾ കൊഞ്ച് ഫ്രൈ ചെയ്യുന്ന അത്രയും നമ്മൾ വറുക്കാൻ പാടില്ല. ജസ്റ്റ് 2 മിനിറ്റ് കൊഞ്ചൊന്ന് ഡ്രൈ ആകുമ്പോഴത്തേന് ജസ്റ്റ് 2 മിനിറ്റ് ആ എണ്ണയ്ക്കകത്തിട്ടൊന്ന് വേവിച്ചിട്ട് നമുക്ക് മാറ്റണം. ഞാൻ 2 വട്ടമായിട്ടാണ് കൊഞ്ച് വറുത്ത് മാറ്റിയത്. കണ്ടോ, വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഓവറായിട്ട് നമ്മൾ കൊഞ്ച് വറുക്കാൻ പാടില്ല. അത് കഴിഞ്ഞ് വേറെ എണ്ണയൊന്നും എടുക്കലും, ആ ചട്ടിയിൽ തന്നെ ആ ബാലൻസ് വന്ന എണ്ണ, കൊച്ചുള്ളി ഇഞ്ചി എല്ലാം നമ്മൾ ഇടിച്ചു വെച്ചതും, 2 പച്ചമുളക്, കറിവേപ്പില, 1 സവാള സ്ലൈസ് ചെയ്തത്, 2 ചെറിയ തക്കാളി ചേർത്ത് നന്നായി ഇളക്കുക. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു രീതിയിൽ റോസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ പറയണം. സൂപ്പർ ടേസ്റ്റാണ്. അത് കഴിഞ്ഞ് ഒരിച്ചിരി ഉപ്പിടുക. കാര്യം നമ്മുടെ സവാള ഉപ്പിട്ട് വഴറ്റി കഴിയുമ്പോൾ പെട്ടെന്നൊന്ന് നല്ല മൂത്ത് വരും. നല്ല സോഫ്റ്റ് ആവും ഉള്ളി. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. ഉള്ളിയെല്ലാം നല്ല മൂത്ത് വന്നതിന് ശേഷം നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഒരു ഇച്ചിരി ചിക്കൻ മസാല, കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നല്ലപോലെ വഴട്ടുക. ഈ ഒരു രീതി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണം എങ്ങനെയുണ്ടെന്ന്. ചുമ്മാ പറയുകയല്ല, നല്ല ടേസ്റ്റാണ്. നേരത്തെ നമ്മൾ വറുത്ത് വെച്ചില്ലേ ആ കൊഞ്ച്, മസാലയെല്ലാം പച്ചമണം മാറുന്നിടം വരെ മൂപ്പിച്ച് കഴിഞ്ഞിട്ട് ആ കൊഞ്ചും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മസാല കൊഞ്ചിലെല്ലാം പിടിക്കുന്ന രീതിയിൽ പുരട്ടുക. നല്ല രീതിയിൽ പുരട്ടിയെടുക്കുക. എടുത്തു കഴിഞ്ഞ് നമ്മളൊരു തീ കുറച്ച് ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. അത് കഴിഞ്ഞ് സൂപ്പർ ടേസ്റ്റ് ചെയ്താണ്ട് കൊഞ്ച് കറി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ മല്ലിയില, കരിവേപ്പില ഒന്നും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കൊഞ്ച് വറുത്തിട്ടും ഉണ്ടായിരുന്നു. ഇന്നത്തെ രാത്രിത്തെ അത്താഴം ഇതാണ്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ.